ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയൊരു ഡിഷായിട്ട് വന്നിരിക്കുകയാണ്. ഫിഷ് ഫ്രൈഡ് റൈസും പിന്നെ ഫിഷ് ചിക്കിയതും. നമുക്ക് ഈ ഡിഷ് നമ്മുടെ ഫിഷ് ഐറ്റമായ സാഡിൻസോ മാക്രിലോ ചാളയോ മത്തിയോ ഇത് രണ്ടും കൊണ്ടുണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത് സാഡിൻസ്, അതായത് നമ്മുടെ മത്തി കൊണ്ടുണ്ടാക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ ഫിഷ് ചിക്കിയത് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. സ്പെസിഫിക്കലി നല്ല ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് ബെസ്റ്റ്. അതും യോഗട്ടിൻ്റെ കൂടെ. ഫ്രൈഡ് റൈസും യോഗട്ടിൻ്റെ കൂടെ ആയിരിക്കും ബെസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ ക്യാൻഡ് ഫിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാൻഡ് ഫിഷ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മീൻ നമുക്ക് സാധാരണ വെള്ളത്തിൽ പൊടിഞ്ഞ് നല്ലതുപോലെ വെന്തതിന് ശേഷം ഫ്ലഷ് മാത്രമായിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ബ്രോത്തും കളയാതെ സൂക്ഷിക്കുക. അതും കൂടെ ഈ ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മത്തിയാണ് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ നമുക്ക് കുറച്ച് ചുവന്ന സവാള എടുക്കാം. നമ്മുടെ സാധാരണ സവാളയോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചുവന്ന സവാള ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ചുവന്ന സവാള യൂസ് ചെയ്യുന്നത് കാരണം ഇത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. നമ്മൾ വഴറ്റി വരുമ്പോഴത്തേക്ക് ഇത് വെച്ച് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 7 സവാള, ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. നമുക്കൊരു 7 എടുത്ത് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുനുകുന് കട്ട് ചെയ്ത് നമുക്ക് അതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു സ്റ്റീൽ പാൻ എടുത്ത് നമുക്ക് ചൂടാക്കാം. ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുഡൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അത് ഈ സ്റ്റീൽ പാനിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് നല്ല ഹൈ ആയിട്ട് ടെമ്പറേച്ചറിൽ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഒരു മീഡിയം ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഈ വെള്ളത്തുള്ളികൾ ഓടി കളിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ അതൊരു ഹൈ ലെവലിലാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാൻഡ് ഫിഷ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓയിലുണ്ട് കേട്ടോ. ഈ ക്യാൻഡ് ഫിഷിൻ്റെ അകത്ത് തന്നെ ഓയിലും അതിൻ്റെ ഒരു സാൾട്ട് വാട്ടർ മിക്സും ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് നമ്മൾ ഈ പൊട്ടിത്തെറിയെല്ലാം കാണുന്നത് ഇവിടെ. നമുക്ക് എന്തായാലും ആ ഓയിലും ഈ സാൾട്ട് വാട്ടറും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറായി വെച്ചിരിക്കുന്ന സവാള നമുക്ക് എല്ലാവരോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവാള നല്ലപോലെ വഴറ്റി അത് ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു കളർ ആകുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കുറച്ച് ഒരു 2-2.5 സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോ 1.25 സ്പൂണോ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് മാത്രം എരിവ് മതി. വലിയതായിട്ട് നമ്മൾ എരിവ് ചേർക്കാറില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വലുതായിട്ട് എരിവ് ചേർത്ത് ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. ഈ ചെറുതായിട്ട് എരിവ് ചേർത്ത് ഡിഷ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും വരുന്നത്. അതിനുശേഷം നമുക്കൊരു ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. നമുക്കിനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് എങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ക്യാൻഡ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഓയിൽ കാണും. പിന്നെ എല്ലാ ക്യാൻഡ് ഫിഷിനകത്തും ഇതുപോലെ ഓയിൽ കാണണമെന്നില്ല കേട്ടോ. കാരണം ചിലതിൻ്റെ അകത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ആയിരിക്കും വരുന്നത്. ടൊമാറ്റോ സോസിൻ്റെ അകത്തായിരിക്കും ക്യാൻഡ് ഫിഷ് ഉള്ളത്. ചിലതിൻ്റെ അകത്ത് ഓയിലും കാണും. അപ്പം നമുക്ക് ഈ ഓയിലെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി അങ്ങ് എടുക്കുക. ഈ എല്ലാ പൊടികളും നമ്മുടെ ആ എണ്ണയിൽ നമ്മൾ തൊട്ടുമ്പോൾ ചേർത്ത എണ്ണയിൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാൻഡ് ഫിഷ് നമുക്ക് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്യാൻഡ് ഫിഷ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് അതായത് പൊഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സാധാരണ മീൻ ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ആ ബ്രോത്തും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു 3 ക്യാൻഡ് ഫിഷാണ് ഇതിൻ്റെ അകത്ത് തട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഈ ക്യാൻഡ് ഫിഷ് ഈ നമ്മൾ തൊട്ടുമ്പോഴത്തെ ഈ മസാല കൂട്ടുകാർ നല്ലതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാവുന്നതാണ്. ഇത് നമ്മുടെ ഏകദേശം ഒരു ഡാർക്കിഷ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്തായാലും കുറച്ചെടുത്ത് ഈ മീൻ ചെക്ക് ചെയ്ത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസ് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം. റൈസ് എടുത്ത് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇച്ചിരി കുറച്ച് സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏലക്കയും കുറച്ച് ഗ്രാമ്പുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കുറച്ചും കൂടെ പട്ടയോ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും, കുറച്ചും കൂടെ സ്പൈസസ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ അരി തിളച്ചിരിക്കുകയാണ്. അരി നല്ലതുപോലെ വേണ്ട, എറൗണ്ട് ഒരു 90% വേവും, 80 to 90% വേവുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതിനെ ഊറ്റി മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് കുറച്ചെടുത്ത് നമ്മുടെ ഫിഷ് ചെന്തിയലോട്ട്, അതായത് മീൻ ചെന്തിയലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അകത്ത് വേറൊരു സോസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയ് സോസോ അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയോ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഒരു മോയ്സ്ചർ നിലനിർത്തി ചെയ്യാവുന്നതാണ്. റൈസ് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങെടുക്കുക. ഒരു 10 മിനിറ്റ് മാത്രം മിക്സ് ചെയ്ത് മതിയാവും. എന്തായാലും മൊത്തത്തിൽ ഒരു അരമണിക്കൂറിനകത്ത് നമ്മുടെ ഫിഷ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ യോഗട്ടാണ്. യോഗട്ടും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഈ ഫിഷ് ചിക്കിയതും സെപ്പറേറ്റ് ആയിട്ട് ഫിഷ് ചിക്കിയതും റൈസും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിലും യോഗട്ട് തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇത് ഒരു ഫ്രൈഡ് റൈസ് പോലെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമല്ലോ അല്ലേ?